നമ്മൾ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം എന്താണെന്ന് കണ്ടു. ഇനി നമുക്ക് ഇവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന എപ്പോഴാണ് ഒരു ഫംഗ്ഷന് ഇന്ന പോയിൻ്റ് ലോക്കൽ മാക്സിമം ആണ് അല്ലെങ്കിൽ ഇന്ന പോയിന്റിൽ ഒരു ലോക്കൽ മിനിമം ഉണ്ട്, അങ്ങനെയൊക്കെ നമുക്ക് എപ്പോഴാണ് പറയാൻ പറ്റുക, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു തിയറമാണ് നമ്മളിനി അടുത്ത് പഠിക്കാൻ പോകുന്നത്. ഒരു ഫംഗ്ഷൻ തന്നിട്ട് അതിലേതൊക്കെ പോയിന്റിലാണ് ആ ഫംഗ്ഷന് ലോക്കൽ മാക്സിമം ഉണ്ടാവുക അല്ലെങ്കിൽ ലോക്കൽ മിനിമം ഉണ്ടാവുക, ഇതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു തിയറം. ഇതിനെ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്നാണ് പറയുക. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. ഇതിലെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെറ്റ് എഫ് ബി എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ആൻ ഓപ്പൺ ഇൻ്റർവൽ ഐ. എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഓപ്പൺ ഇൻ്റർവൽ ഐയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ലെറ്റ് എഫ് ബി കണ്ടിന്യൂസ് അറ്റ് എ ക്രിട്ടിക്കൽ പോയിന്റ് സി ഇൻ ഐ. ഐയിലുള്ള ഒരു ക്രിട്ടിക്കൽ പോയിന്റ്, ഒരു സി എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ദെൻ അങ്ങനെയാണെങ്കിൽ ഇഫ് എഫ് ഡാഷ് എക്സ് ചേഞ്ചസ് സൈൻ ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ആസ് എക്സ് ഇൻക്രീസസ് ത്രൂ സി, then C is a point of local maximum. അങ്ങനെയാണ് പറയുന്നത്. then F is a point of local maximum. അപ്പോൾ ഒരു പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എഫ് ഡാഷ് എക്സിൻ്റെ സൈൻ എക്സ്, ഇപ്പോൾ സി എന്ന് പറയുന്ന ഒരു പോയിന്റ്, നമ്മുടെ ഡൊമൈനിലുള്ള ഒരു പോയിൻ്റാണ് സി. ഈ സിയിലൂടെ എക്സ് ഇൻക്രീസ് ചെയ്ത് പോകുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ എക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എഫ് ഡാഷ് എക്സിൻ്റെ സൈൻ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്ക് മാറുകയാണെങ്കിൽ, അപ്പോൾ സിയിലൂടെ എക്സ് ഇൻക്രീസ് ചെയ്ത് പോകുമ്പോൾ എഫ് ഡാഷ് എക്സിൻ്റെ സൈൻ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്ക് മാറുകയാണെങ്കിൽ സി എന്ന് പറയുന്നത് പോയിൻ്റ് ഓഫ് ലോക്കൽ മാക്സിമം ആണെന്ന് നമുക്ക് പറയാം. ഇനി ഇതേപോലെ ഇപ്പോൾ സി എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ എക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എഫ് ഡാഷ് എക്സിൻ്റെ സൈൻ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് ആവണമെന്ന് വെക്കുക. അതായത് അതിൻ്റെ അർത്ഥം സിയുടെ ലെഫ്റ്റിലുള്ള സ്ഥലങ്ങളിൽ നെഗറ്റീവ്, റൈറ്റിൽ എഫ് ഡാഷ് എക്സിൻ്റെ സൈൻ പോസിറ്റീവ്. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് പറയാം ഈ സിയിൽ ഈ ഫംഗ്ഷൻ ഒരു ലോക്കൽ മിനിമം ഉണ്ടെന്ന് പറയാം. ഇനി മൂന്നാമത്തെ കേസിൽ ഇഫ് എഫ് ഡാഷ് എക്സ് ഡസ് നോട്ട് ചേഞ്ചസ് സൈൻ ആസ് എക്സ് ഇൻക്രീസസ് ത്രൂ സി. അപ്പോൾ ഈ പറഞ്ഞ സി എന്ന് പറയുന്ന പോയിന്റിലൂടെ എക്സ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ട് പോകണമെന്ന് വിചാരിക്കുക. അപ്പോൾ എഫ് ഡാഷ് എക്സിൻ്റെ സൈനിന് ഒരു ചേഞ്ചും വരണില്ല എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഈ സി ലോക്കൽ മിനിമം പോയിൻറ്റും അല്ല, ലോക്കൽ മാക്സിമം പോയിൻറ്റും അല്ല. അപ്പോൾ നമുക്ക് സീനെ പോയിൻ്റ് ഓഫ് ഇൻഫ്ലേഷൻ എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ മാക്സിമം മിനിമം എന്താണെന്ന് കണ്ടു. അപ്പോൾ അതിൽ തന്നെ ചില ഫങ്ഷൻസിൽ ചിലപ്പോൾ ഒന്നിലധികം സ്ഥലങ്ങളിൽ അതിന് ചില ചെറിയ ചെറിയ മാക്സിമംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഏകദേശം വരയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ ചില ഫങ്ഷൻസിൻ്റെ ഗ്രാഫുകളൊക്കെ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഫങ്ഷന് നോക്കി, ഇവിടെ ഒരു മാക്സിമം വാല്യൂ ഉണ്ട്, ഇവിടെ വേറൊരു മാക്സിമം വാല്യൂ ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെറിയ 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 മാക്സിമം വാല്യൂസ്, ചെറിയൊരു ഇൻ്റർവെല്ലിൻ്റേതായിട്ടുള്ള മാക്സിമം വാല്യൂസൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചെറിയ പോർഷനിൽ ഇങ്ങനത്തെ മാക്സിമംസിനെ നമ്മൾ ലോക്കൽ മാക്സിമം അല്ലെങ്കിൽ ലോക്കൽ മിനിമം എന്നൊക്കെ വിളിക്കും. അപ്പോൾ എന്താണ് ഈ ലോക്കൽ മാക്സിമം, എന്താണ് ലോക്കൽ മിനിമം, അതിനെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ പറയണത്. അപ്പോൾ നോക്കുക, ലെറ്റ് എഫ് ബി എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആൻഡ് ലെറ്റ് സി ബി ആൻ ഇൻറ്റീരിയർ പോയിന്റ് ഇൻ ദ ഡൊമെയിൻ ഓഫ് എഫ്. എഫ് എന്ന് പറയുന്നത് ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ്. അതിൻ്റെ ഡൊമെയിനിലുള്ള ഒരു ഇൻറ്റീരിയർ പോയിൻ്റാണ് നമ്മുടെ സി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സി ഈസ് കോൾഡ് എ പോയിൻ്റ് ഓഫ് ലോക്കൽ മാക്സിമ. ഈ സീനെ പോയിൻ്റ് ഓഫ് ലോക്കൽ മാക്സിമ എന്ന് വിളിക്കണമെങ്കിൽ ഇഫ് there is an h greater than 0 such that f of c greater than f of x for all x belongs to open interval c minus h, c plus h. അതായത് നമ്മുടെ ഡൊമൈനിൻ്റെ ഒരു ഇൻറ്റീരിയർ പോയിൻ്റ് ആയിട്ടൊരു സി ഉണ്ടെന്ന് വെക്കുക. ഈ സിയുടെ ഒരു സെർട്ടൈൻ ഇൻ്റർവെൽ, അതായത് സിയുടെ ഒരു നൈബർഹുഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സി എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു തൊട്ടടുത്തുള്ള ഏരിയ, അപ്പോൾ ആ ഏരിയനെ കാണിച്ചേക്കണത് ഇങ്ങനെയാണ്, സി മൈനസ് എച്ച്, സി പ്ലസ് എച്ച്. അതായത് ഇപ്പോൾ
ഇത് നമ്പർ ലൈനിൽ ഈ ഒരു പോയിൻ്റാണ് സി എന്ന് വെക്കുക. അപ്പോൾ സി മൈനസ് എച്ച് കോമ സി പ്ലസ് എച്ച്, ഇങ്ങനെ ഒരു ചെറിയൊരു ആ സിയെ ചുറ്റുന്ന ഒരു ചെറിയൊരു ഏരിയ. ഈ ഒരു ഭാഗത്ത് ഈ ഭാഗത്തുള്ള എല്ലാ എഫ് ഓഫ് എക്സുകളുടെ, അതായത് ഈ ഒരു പോർഷനിലുള്ള എല്ലാ എക്സുകളുടെയും ഇമേജിനേക്കാളും വലുതാണ് സിയുടെ ഇമേജ് എങ്കിൽ, അതായത് എഫ് ഓഫ് സി ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റുമെങ്കിൽ നമുക്ക് പറയാം സി ഈസ് എ ലോക്കൽ മാക്സിമം. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പോലെ കാണിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഇത് വന്നു നോക്കി. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഈ ഒരു ചെറിയ ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിലുള്ള എല്ലാ വാല്യൂസിൻ്റെയും ഇമേജിനേക്കാളും വലുതാണ് സിയുടെ ഇമേജ്. ഇതാണ് എഫ് ഓഫ് സി. അപ്പോൾ നമുക്ക് പറയാം സി ഈസ് എ പോയിൻ്റ് ഓഫ് ലോക്കൽ മാക്സിമം എന്ന് പറയാം. അപ്പോൾ ഈ സി എന്ന് പറയുന്നത് ഒരു പോയിൻ്റ് ഓഫ് ലോക്കൽ മാക്സിമം ആണ്. ഇതിൽ എഫ് ഓഫ് സി എന്ന് പറഞ്ഞാൽ ഇസ് എ വാല്യൂ ഓഫ് ലോക്കൽ മാക്സിമം, അല്ലെങ്കിൽ ലോക്കൽ മാക്സിമം വാല്യൂ ആണ് ഇവിടുത്തെ എഫ് ഓഫ് സി. ഇനി ഇതേപോലെ തന്നെ സി ഈസ് കോൾഡ് എ പോയിൻ്റ് ഓഫ് ലോക്കൽ മിനിമ ഇഫ് ദർ ഈസ് ആൻ എച്ച് ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് എഫ് ഓഫ് സി ലെസ് ദാൻ എഫ് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു സി മൈനസ് എച്ച് കോമ സി പ്ലസ് എച്ച്. അതായത് ഇവിടെ പറഞ്ഞേക്കണ പോലെ തന്നെ നമ്മളൊരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ, അതിൻ്റെ ഡൊമെയിനിൽ ഒരു ഇൻറ്റീരിയർ പോയിൻ്റ് സി ഉണ്ടെന്ന് വയ്ക്കുക. അപ്പോൾ ഇതിൽ സി മൈനസ് എച്ച് സി പ്ലസ് എച്ച് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഇൻ്റർവെല്ലുണ്ട്. ഈ ഇൻ്റർവെല്ലിൽ സിയുടെ ഇമേജ്, അതാണ് നമ്മുടെ എഫ് ഓഫ് സി, ഈ സിയുടെ ഇമേജിനേക്കാളും വലുതാണ് എല്ലാ എക്സുകളുടെയും ഇമേജ് എന്ന് വെക്കി. അപ്പോൾ ഈ സിയുടെ ഇമേജിനേക്കാളും വലുതാണ് ഇവിടെയുള്ള ബാക്കിയുള്ള എല്ലാ എക്സുകളുടെയും ഇമേജ് എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സീനെ ഇസ് എ പോയിൻ്റ് ഓഫ് ലോക്കൽ മിനിമം എന്ന് പറയാം. അതുപോലെ എഫ് ഓഫ് സീനെ ലോക്കൽ മിനിമം വാല്യൂ എന്നും പറയാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ നോക്കിയേ, ഇപ്പം ഇതിൽ സിയുടെ ഇമേജ് ആയിട്ട് വരുന്ന ഈ ഒരു വാല്യൂ, ഇതാണ് ഇവിടുത്തെ ഏറ്റവും ചെറിയ വാല്യൂ. ഇപ്പോൾ ഇവിടെയുള്ള വേറെ ഏത് എക്സിൻ്റെ ഇമേജുകളെക്കാളും ചെറുതാണ് ഈ സിയുടെ ഇമേജ്. അപ്പോൾ ഇവിടെ എല്ലാ എഫ് ഓഫ് എക്സുകളെക്കാളും ചെറുതാണ് എഫ് ഓഫ് സി. അപ്പോൾ നമുക്ക് ഈ സീനെ പോയിൻ്റ് ഓഫ് ലോക്കൽ മിനിമം എന്ന് പറയാം. അതുപോലെ എഫ് ഓഫ് സീനെ ലോക്കൽ മിനിമം വാല്യൂ എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കൺസെപ്റ്റിൽ നിന്ന് നമ്മൾ ആലോചിച്ച് പോകുമ്പോൾ നമുക്കതിൽ നിന്നൊരു തിയറം കൺസ്ട്രക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്നതിന് ഇപ്പോൾ സി എന്ന് പറയുന്ന പോയിന്റിൽ ലോക്കൽ മാക്സിമം അല്ലെങ്കിൽ ലോക്കൽ മിനിമം ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒന്നെങ്കിൽ എഫ് ഡാഷ് സി 0 ആയിരിക്കും, അല്ലെങ്കിൽ എഫ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് സി ആയിരിക്കും. ഈ രണ്ട് കണ്ടീഷൻസിൽ ഏതെങ്കിലും വന്നാൽ മാത്രമാണ് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പറഞ്ഞ കാര്യം ഇത്രേ ഉള്ളൂ, ഒരു ഫംഗ്ഷന് സി എന്ന് പറയുന്ന പോയിന്റിൽ ലോക്കൽ മിനിമം അല്ലെങ്കിൽ മാക്സിമം ഉണ്ടെന്ന് വെക്കുക. അങ്ങനെ ലോക്കൽ മിനിമമോ ലോക്കൽ മാക്സിമമോ ഉണ്ട് എങ്കിൽ ഷുവറായിട്ടും ഒന്നെങ്കിൽ എഫ് ഡാഷ് സി 0 ആയിരിക്കും, അല്ലെങ്കിൽ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആ സി എന്ന പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആവില്ല. ഈ രണ്ട് കേസുകളെ അവിടെ പോസിബിളായിട്ട് ഉള്ളൂ. അപ്പോൾ പ്രൂഫ് ഇല്ലാതെ നമ്മൾ ജസ്റ്റ് ഈ തിയറം കൂടി ഒന്ന് കേട്ട് വെച്ച്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച കാര്യത്തിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് ഓൾ പോയിൻറ്റ്സ് ഓഫ് ലോക്കൽ മാക്സിമം ആൻഡ് ലോക്കൽ മിനിമ ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 3x + 3. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നേക്കണം. ഇതിലെ ഈ ഫംഗ്ഷൻ്റെ പോയിൻറ്റ്സ് ഓഫ് ലോക്കൽ മാക്സിമവും ലോക്കൽ മിനിമവും കണ്ടുപിടിക്കാം. ഇതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്, നേരെ എഫ് ഡാഷ് എക്സ് കണ്ടു. എഫ് ഡാഷ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x², 3xൻ്റെ ഡെറിവേറ്റീവ് -3. നമുക്ക് വേണമെങ്കിൽ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഡിക്രീസിങ്ങിൻ്റെ ആശയം ഉപയോഗിച്ച് തന്നെ ഇവിടുത്തെ ലോക്കൽ മാക്സിമവും മിനിമവും കണ്ടുപിടിക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പഠിച്ച ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് തന്നെ അത് വന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഡിക്രീസിങ്ങിൻ്റെ കൺസെപ്റ്റിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്തത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ലെറ്റ് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 എന്ന് വിചാരിക്കുക. എഫ് ഡാഷ് എക്സ് 0 ആണെന്ന് വിചാരിക്കുക.
അതായത് 3x² - 3 = 0. അപ്പോൾ നമുക്ക് 3x² = 3 എന്ന് എഴുതാം. അതുപോലെ x² = 3/3 1 എന്ന് എഴുതാം. ദാറ്റ് ഈസ് x = ±√1 ±1. അപ്പോൾ നമുക്ക് എക്സിന് 2 ഉത്തരങ്ങൾ കിട്ടി, 1 or -1. 2 ഉത്തരങ്ങൾ കിട്ടി. ഇനി നമുക്ക് സാധാരണ ചെയ്യണ പോലെ ഈ 1ഉം -1ഉം വെച്ചിട്ട് നമുക്കിതിനെ ഈ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഡിക്രീസിങ് ഒക്കെ കാണാൻ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഏതൊക്കെ ഇൻ്റർവെല്ലാണ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഡിക്രീസിങ് എന്നൊന്ന് നോക്കാം. ഇത് -1 എന്ന് വെക്കുക, ഇവിടെ 1 എന്ന് വിചാരിച്ചു. ഇതൊരു ഇൻ്റർവെല്ല്, ഇത് അടുത്ത ഇൻ്റർവെല്ല്, ഇത് അടുത്ത ഇൻ്റർവെല്ല്. ഈ അറ്റത്ത് -∞, ഇവിടെ ഇൻഫിനിറ്റി കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഇൻ്റർവെല്ല് -∞ to -1, അടുത്തത് -1 to 1, അടുത്തത് 1 to ∞. ഇതിൽ -∞ തൊട്ട് -1 വരെ ഈ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണോ ഇൻക്രീസിങ് ആണോ എന്ന് നോക്കാം. അതിനായിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ളൊരു വാല്യൂ എടുക്കുക. x = -2 എടുത്തു. f' കാണും, f' -2. ഇതാണ് f'. അപ്പോൾ f' -2 എന്ന് പറയുമ്പോൾ 3 × -2² -3, 3 × 4 -3, അതായത് 12 - 3 9 എന്ന് കിട്ടും. പോസിറ്റീവാണ്. അപ്പോൾ ഈ ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. ഇപ്പോൾ ഈ -∞ തൊട്ട് -1 വരെ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. അതിനുശേഷം ഈ ഒരു പോയിന്റ് നോക്ക്, ഇതിൻ്റെ ഉള്ളിൽ -1 തൊട്ട് 1 വരെയുള്ള ഇൻ്റർവെല്ല്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള വാല്യൂ x = 0 എടുക്കുക. അപ്പോൾ f' നോക്കി. f' എന്ന് പറഞ്ഞാൽ 3x² - 3. അപ്പോൾ f' എന്ന് പറഞ്ഞാൽ 3 × 0² -3, അതായത് -3 എന്ന് കിട്ടി, നെഗറ്റീവാണ്. സോ f ഈസ് സ്ട്രിക്ട്ലി ഡിക്രീസിങ്. ഇതുപോലെ നമുക്ക് അടുത്ത ഇൻ്റർവെല്ല് 1 to ∞. ഇപ്പോൾ ഇതിൽ x = 2 എടുത്തു. അപ്പോൾ f' കണ്ടു കഴിഞ്ഞാൽ 3 × 2² -4, 3 × 2² -3, അതായത് 3 × 4 -3 9 എന്ന് കിട്ടി. അപ്പോൾ ഇതും പോസിറ്റീവാണ്. സോ സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. ഇപ്പോൾ നമ്മൾ മുമ്പ് ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. ആ കൺസെപ്റ്റ് ഉപയോഗിച്ച് തന്നെ നമുക്ക് മാക്സിമം മിനിമം കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം മുറിച്ചത് -1 എന്ന് പറയുന്ന പോയിന്റ് വെച്ചാണ്. അപ്പോൾ ഈ -1ൻ്റെ ലെഫ്റ്റ് സൈഡിൽ f' പോസിറ്റീവാണ്, -1ൻ്റെ റൈറ്റ് സൈഡിൽ f' നെഗറ്റീവാണ്. അതായത് -∞ തൊട്ട് -1 വരെ ഫംഗ്ഷൻ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകണം. അത് കഴിഞ്ഞ് -1 തൊട്ട് 1 വരെ ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്ത് പോകണം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ -1ൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഫംഗ്ഷൻ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകണം, റൈറ്റ് സൈഡിൽ ഡിക്രീസ് ചെയ്ത് പോകണം. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ -1ൽ ഈ ഫംഗ്ഷൻ ഒരു ലോക്കൽ മാക്സിമം ഉണ്ട്. ഇനി നമ്മുടെ ഡെഫിനിഷൻ വെച്ച് ആലോചിക്കുമ്പോഴും സെയിം തന്നെ. നമ്മുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് വെച്ച് ആലോചിക്കുമ്പോൾ -1ൻ്റെ ലെഫ്റ്റ് സൈഡിൽ f' പോസിറ്റീവ്, -1ൻ്റെ റൈറ്റ് സൈഡിൽ f' നെഗറ്റീവ്. അപ്പോൾ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ചേഞ്ച് ചെയ്യണം. -1ൽ x -1ലൂടെ ഇൻക്രീസ് ചെയ്യുമ്പോൾ f' പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ചേഞ്ച് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ -1ൽ ഒരു ലോക്കൽ മാക്സിമം ഉണ്ടെന്ന് അർത്ഥം. അപ്പോൾ ലോക്കൽ മാക്സിമം അറ്റ് -1 എന്ന് കിട്ടി. ലോക്കൽ മാക്സിമം അറ്റ് x = -1 എന്ന് കിട്ടി. ഇനി അടുത്ത പോയിന്റ് നമ്മുടെ 1 നോക്കാം. ഇപ്പോൾ 2 തരത്തിൽ നോക്കാം. നമുക്ക് ആദ്യം ഗ്രാഫ് വെച്ച് നോക്കുകയാണെങ്കിൽ 1ൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. അപ്പോൾ 1ൻ്റെ ലെഫ്റ്റിൽ ഫംഗ്ഷൻ ഇങ്ങനെ ഡിക്രീസ് ചെയ്ത് വരുന്നു. 1 വരെ ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്യണം. ദെൻ 1ൻ്റെ റൈറ്റ് സൈഡിൽ f' പോസിറ്റീവാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1ൻ്റെ റൈറ്റ് സൈഡിലേക്ക് ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്ത് പോകണം. അപ്പോൾ ഈ 1ൽ നോക്കി, 1ൽ ഈ ഫംഗ്ഷൻ ഒരു ലോക്കൽ മിനിമം ഉണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് വെച്ച് ആലോചിക്കുകയാണെങ്കിൽ ഈ 1 എന്ന് പറയുന്ന പോയിന്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ f'
നെഗറ്റീവാണ്, റൈറ്റ് സൈഡിൽ എഫ് ഡാഷ് എക്സ് പോസിറ്റീവ്. അതായത് എക്സ് 1 ഇൻക്രീസ് ചെയ്യുമ്പോൾ, 1 എന്ന് പറയുന്ന ക്രിട്ടിക്കൽ പോയിന്റിലൂടെ എക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്ക് മാറണം. ആര്? എഫ് ഡാഷ് എക്സ്. അപ്പോൾ ആസ് എക്സ് ഇൻക്രീസസ് ത്രൂ ദി 1, എഫ് ഡാഷ് എക്സ് ചേഞ്ചസ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ്. എഫ് ഡാഷ് എക്സ് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് മാറും. എഫ് ഡാഷ് എക്സ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഡിക്രീസിങ്ങിൽ നിന്ന് ഇൻക്രീസിങ്ങിലേക്ക് മാറണമെന്ന് അർത്ഥം. ഇപ്പോൾ ഡിക്രീസ് ചെയ്തിട്ട് ഇൻക്രീസ് ചെയ്യാതെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1-ലൊരു ലോക്കൽ മിനിമം ഉണ്ടെന്ന് അർത്ഥം. അപ്പോൾ നമുക്ക് പറയാം ലോക്കൽ മിനിമം അറ്റ് എക്സ് ഈക്വൽ ടു 1. അപ്പോൾ പോയിൻ്റ് ഓഫ് ലോക്കൽ മാക്സിമം ആരാന്ന് ചോദിച്ചാൽ എക്സ് ഈക്വൽ ടു -1. പോയിൻ്റ് ഓഫ് ലോക്കൽ മിനിമം ആരാന്ന് ചോദിച്ചാൽ എക്സ് ഈക്വൽ ടു 1. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ നമ്മൾ മുമ്പ് പഠിച്ച സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഡിക്രീസിങ്ങിൻ്റെ ഐഡിയ ഉപയോഗിച്ച് നമ്മൾ ഈ ആൻസർ ചെയ്തുണ്ടാക്കി. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ അതിൻ്റെ എഫ് മാത്രം, ഫംഗ്ഷൻ മാത്രം മാറ്റി വെക്കണം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ഓൾ പോയിൻറ്റ്സ് ഓഫ് ലോക്കൽ മാക്സിമം ആൻഡ് ലോക്കൽ മിനിമം ഇഫ് ലോക്കൽ മിനിമം ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x³ മൈനസ് rx² പ്ലസ് rx പ്ലസ് 5. ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം കണ്ടുപിടിക്കുക. ഇതാണ് ലോക്കൽ മാക്സിമം പോയിൻറ്റും അതുപോലെ ലോക്കൽ മിനിമം പോയിൻറ്റും കണ്ടുപിടിക്കുക. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ചോദ്യത്തിൽ കാണിച്ചു തന്ന പോലെ നമ്മൾ മുമ്പ് പഠിച്ച സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഡിക്രീസിങ് എന്നുള്ള ആശയം ഉപയോഗിച്ച് അതിൻ്റെ സെയിം സ്റ്റെപ്പുകൾ ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഉത്തരത്തിലേക്ക് എത്താം. അതുതന്നെയായിരിക്കും കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുക. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് മാത്രം വെച്ച് ആൻസറിലേക്ക് എത്താം. രണ്ടും സത്യത്തിൽ വഴി ഒന്ന് തന്നെ, പക്ഷേ സ്പെസിഫിക് ആയിട്ട് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് മാത്രം ഉപയോഗിച്ചാൽ മതിയെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇതിൻ്റെ ആൻസർ ചെയ്യാം. നമുക്ക് ആദ്യം തന്നെ എഫ് ഡാഷ് എക്സ് എടുക്കുക. അപ്പോൾ 2x³ ഡെറിവേറ്റീവ് 6x² ആയി, മൈനസ് 6x² എന്ന് പറയുമ്പോൾ 6 × x². 6 കോൺസ്റ്റൻ്റ്, x² ഡെറിവേറ്റീവ് 2x. അപ്പോൾ മൈനസ് 6 × 2x എന്ന് പറഞ്ഞാൽ 12x പ്ലസ് 6. ഇങ്ങനെ കിട്ടി. ഇതിനെ വേണമെങ്കിൽ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ 6 പുറത്തേക്ക് എടുക്കുക. അപ്പോൾ 6 × x² മൈനസ് 2x പ്ലസ് 1. ഇതിനെ വേണമെങ്കിൽ ഈ x² മൈനസ് 2x പ്ലസ് 1 എവിടെ കണ്ടാലും നമുക്കതിനെ x മൈനസ് 1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. നമുക്ക് ഈ എഫ് ഡാഷ് എക്സിനെ വേണമെങ്കിൽ ഇങ്ങനെയൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. ദെൻ നമ്മൾ സ്ഥിരം ചെയ്യണ പോലെ ലെറ്റ് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. ഈ എഫ് ഡാഷ് എക്സ് 0 ആവുന്ന അല്ലെങ്കിൽ ഈ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാത്ത പോയിന്റുകളെയാണ് നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് എന്നൊക്കെ പറയുക. നമുക്കിങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നിട്ട് ഇതിൻ്റെ മാക്സിമം അല്ലെങ്കിൽ മിനിമം കാണാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ്സ് ആണ് ഒന്നെങ്കിൽ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ എഫ് ഡിഫറൻഷ്യബിൾ ആവാത്ത പോയിന്റ്സ്. അത് മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതിയാവും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ലെറ്റ് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ 6 × x മൈനസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0. ഇത് 0 ആവണമെങ്കിൽ ഒറ്റ ചാൻസേ ഉള്ളൂ, x മൈനസ് 1 0 ആവണം. അതായത് വിച്ച് ഇംപ്ലൈസ് x ഈക്വൽ ടു 1. അപ്പോൾ ഇത് പറ്റണമെങ്കിൽ x ഈക്വൽ ടു 1 ആയിരിക്കണം. ഇതാണ് ഒറ്റയ്ക്കൊരു ക്രിട്ടിക്കൽ പോയിന്റ്. ഇവിടെ ബാക്കിയുള്ള എല്ലാ പോയിന്റിലും ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ് എല്ലാ പോയിന്റിലും, കാരണം ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. പിന്നെ അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് എക്സ് 0 ആവണം പോയിന്റ്. അങ്ങനെ എഫ് ഡാഷ് എക്സ് 0 ആവണം ഒറ്റയ്ക്കൊരു പോയിന്റ് എനിക്ക് കിട്ടണുള്ളൂ, x ഈക്വൽ ടു 1. അപ്പോൾ ഈ പോയിന്റിൽ മാത്രമാണ് മിനിമം അല്ലെങ്കിൽ മാക്സിമം എക്സിസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളത്. ഇപ്പോൾ ഈ 1-ൽ മിനിമം ആണോ ഉള്ളത് മാക്സിമം ആണോ ഉള്ളതെന്ന് അറിയാം. അപ്പോൾ അതിന് വേണ്ടി 1-ൻ്റെ ലെഫ്റ്റിൽ എഫ് ഡാഷ് എക്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ഒറ്റയ്ക്ക് ഒരെണ്ണേ കിട്ടണുള്ളൂ. മറ്റ് എക്സ് ഈക്വൽ ടു നമുക്ക് ഈ 1-ൻ്റെ ലെഫ്റ്റിലുള്ളൊരു വാല്യൂ എടുക്കുക. അതിൽ എഫ് ഡാഷ് എക്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു എഫ് ഡാഷ് 0 എടുത്തു എന്ന് വയ്ക്കുക. അപ്പോൾ എഫ് ഡാഷ് 0 ഈക്വൽ ടു 6 × 0 മൈനസ് 1 ഹോൾ സ്ക്വയർ. അപ്പോൾ 6 × മൈനസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ എഫ് ഡാഷ് 0 എന്ന് പറയുന്നത് 6 പോസിറ്റീവാണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 1-ൻ്റെ ലെഫ്റ്റ് സൈഡിൽ 1-ൻ്റെ ലെഫ്റ്റിൽ എഫ് ഡാഷ് എക്സ് പോസിറ്റീവാണ്. ഇനി നമുക്ക് 1-ൻ്റെ റൈറ്റ് സൈഡ് നോക്കാം.
1ൻ്റെ റൈറ്റ് സൈഡ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 1ൻ്റെ റൈറ്റിലുള്ളൊരു എലമെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എക്സ് ഈക്വൽ ടു 2 കൊടുത്ത് നോക്കാം. അപ്പോൾ എഫ് ഡാഷ് ഓഫ് 2 6 ഇൻറ്റു 2 മൈനസ് 1 ഹോൾ സ്ക്വയർ, അതായത് 6 ഇൻറ്റു 1 അഗെയിൻ 6 പോസിറ്റീവ് തന്നെ. ഇപ്പോൾ ഇവിടെ ഈ 1ൻ്റെ ലെഫ്റ്റിലും പോസിറ്റീവ് റൈറ്റിലും പോസിറ്റീവ്. ഇപ്പോൾ ഇവിടെ എക്സ് ഈക്വൽ ടു 1ൻ്റെ ലെഫ്റ്റിൽ എഫ് ഡാഷ് എക്സിൻ്റെ ചിഹ്നം പോസിറ്റീവ്, അതുപോലെ 1ൻ്റെ റൈറ്റിലുള്ള പോയിൻ്റ് എടുത്താലും അവിടെയും എഫ് ഡാഷ് എക്സിൻ്റെ ചിഹ്നം പോസിറ്റീവ്. അതായത് ഈ എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന പോയിന്റിൽ അതിനോട് എക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എഫ് ഡാഷ് എക്സിൻ്റെ സൈനിന് ഒരു ചേഞ്ചും ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു 1ൽ ഈ ഫംഗ്ഷന് മിനിമോ ഇല്ല മാക്സിമോ ഇല്ല. അപ്പോൾ എക്സ് ഈക്വൽ ടു 1 ഈസ് നോട്ട് എ പോയിൻ്റ് ഓഫ് ലോക്കൽ മിനിമം ഓർ ലോക്കൽ മാക്സിമം. ലോക്കൽ മിനിമം പോയിൻറ്റും അല്ല, ലോക്കൽ മാക്സിമം പോയിൻറ്റും അല്ല. അത്തരത്തിലുള്ള ബിന്ദുക്കളെ നമ്മൾ പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയും. അപ്പോൾ നമുക്ക് പറയാം എക്സ് ഈക്വൽ ടു 1 ഈസ് എ പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ.